ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചവരുടെ ഓർമ്മകളിൽ, പ്രത്യേകിച്ച് 80-90കളിലൊക്കെ ഒരു മനോഹരമായ കഞ്ഞിപ്പുര, ഇങ്ങനെ വിറകടുപ്പിന്റെ കരി പുരണ്ട ഒരു കഞ്ഞിപ്പുര എല്ലാവരുടെ ഓർമ്മകളിലും തിളച്ചു മറയുന്നുണ്ടാവും. 12:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ കഞ്ഞിപ്പുരയിൽ നിന്ന് റേഷൻ അരി ഇങ്ങനെ തിളച്ചു മറയുന്നതിൻ്റെ ഒരു മണം വരയ്ക്കും. ഉപ്പിട്ട് പുഴുങ്ങിയ ചെറുപയറിൽ കടുകും വറ്റൽമുളകും ഒക്കെ വറവിടുന്നതിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാവും. 12:50 ആകുമ്പോഴേക്കും കഞ്ഞി വിളമ്പാനുള്ള 2 പേരെ വിളിക്കും. അതിലൊരാളായിട്ട് മിക്കവാറും ഞാനും പോകും. അവിടെ എത്തി കഞ്ഞിയൊക്കെ കുട്ടികൾക്ക് വിളമ്പിക്കൊടുത്ത് പാത്രം കഴുകാനൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന ചെറുപയറിൽ ഒരധിക പങ്ക് മറ്റു കുട്ടികൾക്ക് കൊടുത്തതിനേക്കാൾ ഒരു അധിക പങ്ക് നമുക്ക് കിട്ടും. അവിടെ പറമ്പിലൊക്കെയുള്ള കാന്താരിമുളകൊക്കെ അരച്ചു ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു നല്ല ചമ്മന്തി, ചിലപ്പോൾ ഒരു ചുട്ട പപ്പടമൊക്കെ സ്നേഹമായിട്ട് തരും. അങ്ങനെ തരുന്നയാളെ നമ്മൾ വിളിക്കുന്നത് കഞ്ഞി അമ്മ എന്നാണ്. ആ സ്കൂളിൽ എല്ലാവർക്കും ഒരു അമ്മയാണ്. വീട് വിട്ട് സ്കൂളിലെത്തുമ്പോൾ ആ സ്കൂളിൽ രണ്ടാമതൊരമ്മ. അവിടെ നിന്ന് പരക്കുന്ന റേഷൻ അരിയുടെയും ചെറുപയറിന്റെയും ഒക്കെ മണത്തിനും രുചിക്കുമൊക്കെ ഇപ്പോഴും നല്ല സ്വാദാണ്. ഒരുപക്ഷെ ദാരിദ്ര്യം കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം.